കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ അർജന്റീനയ്ക്ക് ഇരട്ട ഗോൾ ജയം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഡൽഹിയിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ബീഹാറിന് പുറത്തേക്ക്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് അയച്ചു. പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുകയാണ് കോൺഗ്രസ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഉടനീളം ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ ഈ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ് ഉണ്ടായത്. ഇന്നലെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് ഈ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്ന സർക്കാരായി കേന്ദ്രം മാറിയിരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡൽഹി PCCയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് പിന്നീട് പോലീസ് തടയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടെ പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഡൽഹി PCC അധ്യക്ഷനടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. രാജ്യവ്യാപകമായി ഇന്ന് കോൺഗ്രസ് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ബീഹാറിൽ പാറ്റ്നയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ലക്നൌവിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അത്തരത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുന്നു കോൺഗ്രസ്. നേരത്തെ പാർലമെന്റ് വളയൽ സമരമടക്കം കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധം അതിന്റെ ഭാഗമായി തന്നെ ശക്തമായി തന്നെ തുടരുന്നു. ഇനി പാർലമെന്റ് സമ്മേളനം 24-ന് തുടങ്ങാനിരിക്കുന്നു. 24-ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ സഭയ്ക്കകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ പ്രതിഷേധം ഒരു വഴിക്ക് പോകുമ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ബീഹാർ പോലീസ് ഊർജിതമായി തന്നെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ കൂടുതൽ മൊഴികളും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ബീഹാറിൽ മാത്രമല്ല ഈ അന്വേഷണം, ബീഹാറിന് പുറത്തേക്കും നീട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 2 വിദ്യാർത്ഥികൾക്ക് കൂടി ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. കാരണം ഇവർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ മാത്രമുണ്ടായിരുന്ന ചോദ്യപേപ്പർ ചോർച്ച ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. മാത്രമല്ല ഈ അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്ന്, അതായത് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയെന്ന ആ വിദ്യാർത്ഥികളിൽ നിന്ന് ആ കത്തിച്ച ചോദ്യപേപ്പറിന്റെ ഭാഗങ്ങൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് ഈ ചോദ്യപേപ്പറിന്റെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ കത്തിച്ചു കളഞ്ഞെങ്കിലും അതിന്റെ ഭാഗങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ വഴി പോലീസിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ CBI അന്വേഷണം വേണം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBIയുടെ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യവും ശക്തമാണ്. പ്രതിപക്ഷമടക്കം ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVPയും ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തേക്ക് വരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉയരുന്നു. അതുമാത്രമല്ല ഈ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ അന്വേഷണം ബീഹാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിട്ട് പുതിയ ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യമടക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതും ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രതിഷേധം ശക്തമാണ്. അതുപോലെ തന്നെ അന്വേഷണവും ഊർജിതമായി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഡൽഹിയിൽ നടന്ന കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. പച്ചക്കറി വില ദിനം പ്രതി കുതിച്ചുയരുകയാണ്. ബീൻസും തക്കാളിയുമാണ് വിലയിൽ മുന്നിൽ. കേരളത്തിന് പുറത്തുനിന്നും ആവശ്യത്തിന് പച്ചക്കറി എത്താത്തതാണ് വിലക്കയറ്റം രൂക്ഷമാക്കിയതെന്ന് കച്ചവടക്കാർ